നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നല്ല കാര്യത്തിനല്ലേ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ടീച്ചറെ, കല്യാണി എങ്ങോട്ടാ പോയെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹരിയുടെ ഫോണിലേക്ക് ഏത് നമ്പറിൽ നിന്നാ വന്നേ? സുജാതന്റെ നമ്പർ. നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരിനി തിരിച്ചു വരില്ല എന്ന്. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു പിള്ളേര് കേക്ക് ആവശ്യമില്ലാത്ത ആലോചനകൾ നടത്തണ്ട എന്ന്. കേട്ടോ? അപ്പൊ എല്ലാവർക്കും തിരക്കായിരുന്നില്ലേ? ഇനി എന്റെ മോനെ ഞാൻ എവിടെ പോയാ തിരക്കേണ്ടത്? ടീച്ചർ വിഷമിക്കാതെ. അവര് ദൂരേക്കൊന്നും പോവാൻ സാധ്യതയില്ല. നമുക്ക് കണ്ടുപിടിക്കാം. സർ, കുഴന്തകൾ സർ. സമയം ഏറെ അയച്ച് അവരെങ്ക പോകും സർ? ഹരി, നോക്കി നിന്നിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും പോയി അന്വേഷിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിച്ച് പറയാം. ആമ സർ. ഇപ്പോഴത്തെ പിള്ളേരെ കാണിച്ചു കൂട്ടുന്ന ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതല്ലേ മോനെ. ദുരിതങ്ങൾക്കൊന്നും മതിയായില്ല. എല്ലാ ഭാഗത്തുനിന്നും പരീക്ഷിക്കുകയാണല്ലോ ഞങ്ങള്. ടീച്ചറെ, ടീച്ചർ വാ, നമുക്ക് അവരെ കണ്ടുപിടിക്കാം. വാ വാ, പെട്ടെന്ന് കേറ. ആദ്യമോൻ ഒന്നും വരില്ല മോള്. ഈശ്വരനൊന്നും വരുത്തില്ല. ഈശ്വര, കാത്തോള ദൈവമേ. ഹലോ അമ്മേ. ഹലോ, എന്തായി? കുട്ടികളെ കണ്ടോ? അമ്മേ, ആദ്യം ഒരു ആക്സിഡന്റ് പറ്റി. ജ്യോതി, എന്താ അമ്മേ, എന്തു പറ്റി? എന്താ പ്രശ്നം? ആദിമോന് ഒരു ആക്സിഡന്റ്. അയ്യോ, സിറ്റി ഹോസ്പിറ്റലിലാണ് അമ്മ. അയ്യോ അമ്മ, ആദിക്ക് എന്തു പറ്റി? അത് ഒന്നുമില്ല, ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലില്. അമ്മ, ആദിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല, നമുക്ക് പോവാം. വേഗം പോവാം. വാ മോളെ, പോവാം.
വിഷമിക്കല്ലേ ടീച്ചറെ. ആദ്യമോനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞല്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. ഒട്ടും വേദന സഹിക്കില്ല എന്റെ കുഞ്ഞ്. അത് ഓർക്കുമ്പോഴാ. സംഭവിച്ചത് നമ്മൾ നേരിട്ടല്ലേ പറ്റൂ. എന്തിനു ഞാൻ കൂടെ ഉണ്ടാവും. അമ്മേ, ആദ്യം ഇവിടെ ഡോക്ടർമാര് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്തിനാ കൂട്ടി കൊണ്ടുവന്നത്? എവിടെ? ഞങ്ങളെല്ലാം കൂടെ വണ്ടി വന്ന് കയറിയപ്പോ കൂടെ വന്ന് കയറി. പിന്നെ അവിടെ ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ആ, കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയുകയും ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്നിട്ടിപ്പോ ഉണ്ടായത് കണ്ടോ? ടീച്ചറും അച്ഛനും കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ആ, ആ, ആ. കണ്ടോ, മോള് പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നിക്കൂടെ നിങ്ങൾക്ക്? ആ, കല്യാണി മോളെ, അതെ, നിങ്ങൾ ഇത്രയും ദൂരം എങ്ങനെയാ പോയേ? ഓട്ടോയില്. ഓട്ടോ? അല്ല, ഓട്ടോയ്ക്ക് പോകാൻ ആരാ കാശ് തന്നെ? കാശൊക്കെ തന്നു. ആര്? ലവള്. നല്ല കാര്യത്തിനല്ലേ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ആഹാ. എന്നെ ദ്രോഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.